ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. രാവിലെ ഞാൻ ഇറങ്ങുകയാണേ, അതായത് ഒരു മഴയും കൊണ്ടാണ് പോകുന്നത്. രാവിലെ മേടിച്ചൊരു 6:30 മണിയൊക്കെ കഴിഞ്ഞു. രാത്രി ത്രൂ ഔട്ട് മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുന്ന സമയം. നമ്മളിപ്പോൾ പോകുന്നതും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ആ ഹോട്ടലെന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു ഗൃഹാതുരത്വമുള്ളൊരു സ്ഥലത്തേക്കാണ്. ഈ മഴയൊക്കെ അതിന് വലിയ അനുകൂലമാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം 23 കിലോമീറ്റർ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്ത് നിന്ന് സഞ്ചരിച്ചിട്ടാണ് നമ്മൾ വേങ്ങോട് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ആ നൊസ്റ്റാൾജിയ ഉള്ള ഒരു സ്പേസ്, ഒരു ബ്യൂട്ടിഫുൾ ഷോപ്പ്. ഇതാണ് ഷോപ്പ്. ഒരു സൈഡ്, റോഡിൻ്റെ സൈഡിൽ ഇതുപോലൊരു കടയൊക്കെ ഇപ്പോൾ കാണാൻ പോലും കിട്ടാറില്ലല്ലോ. തിരുവോണം ടീ ഷോപ്പ്, ഇതാണ് കടയുടെ പേര്. ഓ, ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വന്നു തന്നെ. അതെ അതെ. അപ്പോൾ ഇതാണ് തിരുവോണം ടീ ഷോപ്പ്, വേങ്ങോട്. വേങ്ങോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സുമനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഷോപ്പിൻ്റെ ഓണറാണ്. ഇത് എത്ര വർഷം പഴക്കം? അച്ഛൻ്റെ. ഓക്കെ, കൊണ്ടുപോവാണ്. ആ ഒരു പഴമ നിലനിർത്തി കൊണ്ടുപോകണം അല്ലേ? തീർച്ചയായിട്ടും. ആ, വെരി ഗുഡ്. അച്ഛനപ്പോൾ എത്ര വർഷം മുന്നേ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങളൊക്കെ ചെറുതിലേ ഉണ്ട്? ഓ, 75 വർഷത്തിന് മേലെ പഴക്കമുണ്ടാവും. ആ പഴമ അതുപോലെ നിലനിർത്തിയിട്ടുണ്ടല്ലേ? ഒരു മാറ്റവും. തറ അല്ലെങ്കിൽ നമ്മൾ ചാണകം ഒഴുകിയതായിരുന്നു. ഈ ഭാഗം സിമെന്റ് ആക്കി, അത്രേ ഉള്ളൂ. വേറെ വലിയ മാറ്റങ്ങളൊന്നും. ഈ സൈഡിലെ കെട്ടെല്ലാം പഴയതുപോലെ തന്നെയാണ് അല്ലേ? ഈ വെട്ടുകല്ലിന്റെ അല്ലേ? അതേ, ഒരു മൺചുവരാണ്. ഇങ്ങനത്തെ ഷോപ്സ് ഇല്ല ഇപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര രസമാണ്. ഈ ഒരു സമയം ആകുമ്പോൾ തന്നെ. ഇപ്പോൾ ഒരു സമയം എത്രയായി? 7:30. ഇവിടെ എത്ര മണിക്കാണ് ഓപ്പൺ ആവുന്നത്? ഇവിടെ രാവിലെ 5 മണിക്ക് കയറും. 5:30 മണിക്കാകുമ്പോൾ കാപ്പിയാവുള്ളൂ. അപ്പോൾ 7:30 മണിയോടുകൂടി ഇവിടെ ദോശ, ചമ്മന്തി, രസവട, പപ്പടം, ചായ, അങ്ങനെ എല്ലാ കാര്യവും കിട്ടും. എണ്ണ പലഹാരങ്ങളെല്ലാം 8 മണി കഴിഞ്ഞാൽ കിട്ടും. പഴംപൊരി, പിന്നെ ഉഴുന്നുവട, പരിപ്പുവട, അതെല്ലാം ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ തിരക്കൊന്നും ആവുന്നില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ വരുന്നു, കഴിക്കുന്നു, പോകണം. അങ്ങനെ ഭയങ്കര ആളും ബഹളവും അങ്ങനെ ഇല്ല. ഓ, അതൊന്നും ഇല്ലല്ലേ? ഓ, ചായ ഇതൊക്കെ, അല്ലാതെ വീടിയും സംഭവം മറ്റു കലാപരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട്. അതെ അതെ, വെയിറ്റിംഗ് ഇല്ല. ഓക്കെ, വിറകടുപ്പാണ് ടോട്ടലി. ഓ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയേ. ഭയങ്കര പറയാൻ വാക്കുകളില്ല, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കിച്ചണൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കിടക്കണം, ഐശ്വര്യം. ആളെ വെച്ചിട്ടൊന്നും പരിപാടിയില്ല, സ്വന്തമായിട്ട് തന്നെയാണ് ചായ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഈ ദോശയൊക്കെ ചൂടായിട്ട് അത് ഇവിടെ തന്നെയാണോ അപ്പൊ ദോശയും ചെയ്യണത്? ആണ് അല്ലേ? അപ്പുറത്ത് വെച്ച് കുടുംബ വീട്ടില്. ഓ, എനിക്ക് കിച്ചണൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ തിരുവോണം ഷോപ്പിൻ്റെ ബാക്ക് സൈഡ് വന്ന് നിൽക്കുകയാണെന്നൊക്കെ. ഈ ഓലപ്പുരയിൽ നിന്ന് ഇങ്ങനെ മഴവെള്ളമൊക്കെ വീഴുന്നുണ്ട്, ഡ്രോപ്സ് ആയിട്ട്. രസകരമായൊരു ഫീലാണ് ഈ മഴയും. ഇവിടെ ഒരാൾ എന്നെ തന്നെ നോക്കുന്നു. ഓക്കെ, ഹലോ, എൻ്റെ അമ്മ റെസ്റ്റ് എടുക്കാണ് തിണ്ണയിൽ. ഇത് ബാക്കാണ്, നേരെ കയറുന്ന കിച്ചണിലേക്കാണ്. തൊട്ട് സൈഡിലായിട്ട് കുറേ വാഴകളൊക്കെ ഉണ്ട് ഒരു കോർണറിൽ. ഇതിൻ്റെ ഒരു സൈഡിലെ റോഡാണ്, ഫ്രണ്ടിലും റോഡാണ്, ബോത്ത് സൈഡ്സ്. രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് ഇങ്ങനെ ഈ ഒരു 2 റോഡിൻ്റെ കോർണറിൽ. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമ്മളിങ്ങനെ കുനിഞ്ഞു കയറിയാൽ മതി. ഇവിടെ ഇങ്ങനെ തിണ്ണയിൽ ഇരുന്ന് കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. അടിപൊളി. ഇങ്ങനെയൊക്കെ ഗൃഹാതുരത്വമുള്ള കടകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ഇതിപ്പം ട്രിവാൻഡ്രത്തുനിന്ന് ഒരു 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. എൻ്റെ നാടിനടുത്താണ്, കൊലിയക്കോട് തൊട്ടടുത്താണ് വേങ്ങോട്. അങ്ങനെ കുറച്ച് നേരം കടത്തിണ്ണയിലൊക്കെ ഇരുന്ന് ആസ്വദിച്ചു. ഇനി പോയി ചായ കുടിക്കാം. ഞാൻ ചായ കുടിക്കുന്ന ആളല്ല. ഒരു കട്ടൻ കാപ്പി ചോദിക്കാം, പ്ലസ് ദോശയൊക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. ബെഞ്ചൻ ഡെസ്ക്കാണ്. ഓക്കെ, ഇവിടെ ഫുള്ള് സിനിമ പോസ്റ്റേഴ്സാണ്. ഇതിനെന്തെങ്കിലും ഒരു കഥയുണ്ടോ? ഇങ്ങനെയൊക്കെ സിനിമയുടെ പോസ്റ്റേഴ്സ് അല്ലേ? പരസ്യം, പബ്ലിസിറ്റി, അതനുസരിച്ച് ഒട്ടിച്ച് വെക്കും. സിനിമ മാത്രമല്ല, പല പല പരിപാടികളുടെ അല്ലേ, പല പല ഓർഗനൈസേഷൻ്റെ കലാപരിപാടികളുടെയാണ് അല്ലേ, ബാലെ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ.
സിനിമ പോസ്റ്റേഴ്സ് പോലെ ഉള്ള രീതിയിലാണ് അത് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാർസലും പോകുന്നുണ്ട്. പിന്നെ ഇലയിലാണ് കൊടുക്കുന്നത്. ഇത് ഓരോ പ്രാവശ്യം ഓല കെട്ടാനൊക്കെ ആളെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. ഭയങ്കര പൈസ. ഒരു മടലിന് 50 രൂപ അത്രയാവും അല്ലേ? 100 മടൽ ഓല കെട്ടാനായിട്ട് എടുക്കുകയാണെങ്കിൽ 5000 രൂപയാകുമെന്ന് പറയുന്നത്. പിന്നെ കെട്ടുകൂലിയൊക്കെ വേറെയാണ്. ആൾക്കാരെ കിട്ടുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. 10,000-ന് മുകളിലാവും അല്ലേ ഇത് ഓരോ പ്രാവശ്യം ഓല കെട്ടാൻ? കെട്ടുകൂലി. അയ്യോ, ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കും. അതെ അതെ അതെ, കൊണ്ടുപോകണം. മനസ്സിലായി. ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് വെച്ചിട്ട് സാധനങ്ങളുടെ വിലയും എല്ലാം കൂടെ നോക്കുമ്പോൾ പാടാണ്. പക്ഷെ പുള്ളിയുടെ അച്ഛൻ തുടങ്ങി ഇതിലാണ് ഇവർ വളർന്നതൊക്കെ. ഇതല്ലേ ഇതിൻ്റെ വരുമാനത്തിലും ഇത് വെച്ച്. തെങ്ങെല്ലാം നശിച്ചു പോയോ? ഓക്കെ, പണ്ടത്തെ പോലെ അല്ലേ അത്. അപ്പോൾ എവിടെ നിന്നാണ് എടുക്കുന്നത് ഈ പോലെ? കടനംകുളം. ഓക്കെ, അവിടെ നിന്ന് എടുത്തിട്ട് വണ്ടി കൂലിയും കൊടുത്ത് കൊണ്ടുവന്ന് കെട്ടുകൂലിയായിട്ട് ഒരു 10,000 റുപ്പീസ്. ഇത് എല്ലാ വർഷവും കിട്ടണം അല്ലേ? വർഷാവർഷം കിട്ടണം. 175 മടൽ. 125 മടൽ ഓലയാണ് വേണ്ടത്. ഓക്കെ, ഓ, അല്ലെങ്കിൽ 125 നിൽക്കും വർഷത്തിലൊരിക്കൽ. മനസ്സിലായി, മാറ്റും. അപ്പോൾ 2 ലെയറാണ് അല്ലേ? 2 ലെയേഴ്സ്. ഓക്കെ. പിന്നെ ഈ കഴുക്കോലൊക്കെ അങ്ങനത്തെ അത് പഴയത് തന്നെ, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് രീതി. ഒരു 10,000 രൂപയോളം ആവും ഓരോ വർഷവും ഇത് മേൽക്കൂര. അതെ അതെ, പണ്ട് വീടുകളും ഒക്കെ ഇങ്ങനെ ഓല മേഞ്ഞ വീടുകളല്ലായിരുന്നോ? തട്ടും നല്ല തട്ടൊക്കെ വെച്ചിട്ട് നല്ലതായിരുന്നു. അതൊക്കെ ഒരു കാലം. ആർക്കും അസുഖങ്ങളില്ല. അത് തന്നെ. ദോശ, ചമ്മന്തി, വട. ഇതിപ്പോൾ പലഹാരം തുടങ്ങിയല്ലേ? ഇട്ട് തുടങ്ങി. ഓക്കെ, ഇത് 8 മണിക്ക് ശേഷമുള്ള പലഹാരം ഇട്ട് തുടങ്ങി. ഇല വന്നു. തട്ട് ദോശ, തട്ടിൽ കുട്ടി ദോശ, അടുത്ത ചമ്മന്തി. യെസ്, അങ്ങനെ മുങ്ങി കിടക്കണം. നീളം കൂടുതൽ എല്ലാവർക്കും അതാണ് ഇഷ്ടം. നീളം കൂടിയ ചമ്മന്തി, ദാറ്റ് ഈസ് കുറച്ച് ലൂസായിട്ടുള്ള ചമ്മന്തി. അതിലിങ്ങനെ മുങ്ങി കിടക്കണം. അതിലിങ്ങനെ കുതിർത്താണല്ലോ ആൾക്കാർ കഴിക്കുന്നത്. രസവട വെച്ചോളൂ. രസവട ഉഴുന്നവട വെച്ചോളൂ. അതെ അതെ അതെ. ഇനി ഒരു ഉഴുന്ന് വട 8 മണി കഴിഞ്ഞ് വരാണെങ്കിൽ ഉഴുന്ന് വടയും കിട്ടും. ചൂട്. വാവ്, ഹോട്ട് ഉഴുന്ന് വട. എനിക്ക് കട്ടൻ കാപ്പി ഉണ്ടോ അവിടെ? കാപ്പി ഇല്ല, കട്ടൻ ചായ അല്ലേ? കട്ടൻ കാപ്പിയാണെങ്കിൽ കൂടുതൽ ഇഷ്ടം. പപ്പടം അതും മസ്റ്റാണ്. ഓക്കെ, മതി. ഇതാണ് എൻ്റെ കോമ്പിനേഷൻ. ചൂടുവെള്ളം, ഓക്കെ, ഹോട്ട് വാട്ടർ. ഈ വിറകടുപ്പിൽ തന്നെ തിളച്ച വെള്ളമാണ്. അപ്പോൾ നമുക്കിനി കഴിച്ചു തുടങ്ങാം. അതായത് പപ്പടം ഇങ്ങനെ പ്രസ് ചെയ്യാം, പൊടിക്കണം. പപ്പടത്തിനെ പൊട്ടിച്ചിട്ട് നമ്മുടെ ദോശ വെച്ച് ചമ്മന്തി ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. കുതിർത്ത് രസവടയും കൂടി മിക്സ് ചെയ്ത അടിപൊളി. ഇതാണൊരു കോമ്പിനേഷൻ. ചൂടുവട. ആവി പറക്കുന്നു. മൈ ഗോഡ്, ആവി പറക്കുന്ന വട, ഉഴുന്ന് വട. ഞാനൊരു ഉഴുന്നുവട പ്രേമിയല്ല, പക്ഷെ എനിക്കിത് ഇഷ്ടമായി. നല്ല ചൂട്. ചായ കുടിക്കുന്ന ആളുമല്ല. എപ്പോഴും കാപ്പിയാണെങ്കിൽ പിന്നെയും ഞാൻ കുടിക്കും, കട്ടൻ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരം. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, ഒള്ളി ചായ. ഞാൻ വളരെ ലൈറ്റായിട്ടൊരു കട്ടൻ തരാൻ പറഞ്ഞു. കളറുണ്ടല്ലോ, ജീരവളത്തിൻ്റെ കളറേ ഉള്ളൂ, അത്രയ്ക്ക് കുറച്ച്. നൈസ്, നിറച്ച് മധുരമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. എനിക്ക് വേണം അത്രയും മധുരം. അപ്പോൾ നല്ല ചായ കിട്ടും. അത് എനിക്ക് വേണ്ടി സ്പെഷ്യൽ. അങ്ങനെ ഈ ഒരു നൊസ്റ്റു കടയ്ക്കകത്തിരുന്ന് ഗൃഹാതുരത്വം തുളുമ്പുന്ന, പറയാനോ വർണ്ണിക്കാനോ വാക്കുകളില്ലാത്തൊരു കട ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഭക്ഷണവും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള നാട്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു ഭാഗ്യം. ഇത് പഴയ ബെഞ്ചാണ് അല്ലേ? പഴയ ബെഞ്ച്, ഡെസ്ക് ബെഞ്ച്, 75 years above old. ഇന്നൊരു മഴ ദിവസമായതുകൊണ്ട് തിരക്ക് കുറച്ച് പതുക്കെ വരുള്ളൂ. ഈ പലകയെല്ലാം വളരെ പഴക്കം ചെന്ന പഴയ പ്ലാവിൻ്റെ കാതലിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഈ ബെഞ്ച് പെയിൻറ്റോ അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല.
ഇതിൻ്റെ മുകളിലൊരു ഇത് മാത്രം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ടേബിൾ ഷീറ്റ് പോലെ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇലയൊക്കെ എടുത്ത് ഇവിടെ കൈ കഴുകുന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ അതിനടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് വേസ്റ്റഡ്. ടോട്ടലി ഭയങ്കര നീറ്റാണ് കേട്ടോ, പരിസരവും എല്ലാം. ഇതാണ് വേസ്റ്റ് ഡബ്ബ. ദിസ് ഇസ് ദ പൈപ്പ്. പക്ഷേ ഇത് ചേർന്നിരിക്കുന്ന ഒരു വീട് അവരുടെ കുടുംബ വീടാണ്. പക്ഷെ ഇവിടെ ഇപ്പം ഇതിൻ്റെ കിച്ചണൊക്കെ ഇവിടെയാണ്, അതായത് സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നതും അങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിലിങ്. ഇത് അച്ഛൻ, ഇവർ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ താമസിച്ചിരുന്നു, ഇപ്പം താമസം ഇവിടെ അല്ല പറഞ്ഞു. അച്ഛനുണ്ടാക്കിയ സ്ഥാപനം കൊണ്ടുപോകുന്നു. ഇതിനകത്തുള്ള എല്ലാം അച്ഛൻ്റെ കാലത്തുള്ളത് തന്നെയാണ്, എല്ലാ ഫേർണിച്ചേഴ്സും എല്ലാം. അന്നും അതും അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്നോ? പൈസ വയ്ക്കുന്ന കായപ്പെട്ടി പഴയ കാലത്ത്, അതും അതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മേശ എല്ലാം പഴയതടി കസേര, എവറിത്തിങ് ഇസ് ഫുഡ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, താങ്ക് യു. തിരക്ക് കൂടുന്നു ഇവിടെ. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറേ നേരത്തേക്ക് പഴയൊരു കാലഘട്ടത്തിലേക്ക് പോയി. ഏത് കാലഘട്ടം പോലും എനിക്കറിയില്ല. ഇതിപ്പോൾ 75 വർഷം പഴക്കമുള്ള കടയാണ്. അച്ഛൻ്റെ കാലം തുടങ്ങിയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ. പക്ഷെ നമ്മൾ കുറേ കൂടെ പിന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് വാഹനത്തിലേക്ക് കയറുന്നു. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറച്ച് ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വയലും അങ്ങനത്തെ കാര്യങ്ങൾ. അതും കൂടി ഒന്ന് കാണാം. ഇതൊരു 2 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ തിരുവോണം ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടുന്ന്, റെസ്റ്റോറൻ്റ് അല്ല, ചെറിയ നമ്മുടെ ചായക്കട. ഇത് വെട്ടിക്കൽ പാലം. ഇതൊരു സ്പെഷ്യൽ പാലമാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫൈഡ് പാലമാണ്. ഇത് ഇവിടുത്തെ MLAയുടെ സ്പെഷ്യൽ ഫണ്ടിൽ ഡെവലപ്പ് ചെയ്തതാണെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. നിറയെ പൂക്കളൊക്കെ 2 സൈഡിൽ അരളിപ്പൂക്കളൊക്കെ നട്ട്. പിന്നെ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്, സേവ് ദ ഡേറ്റൊക്കെ ചെയ്യാനായിട്ട്. നിറയെ വയലിൻ്റെ സൈഡിലൂടെ നടക്കാം. പിരപ്പമൺ കാടെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിരപ്പമൺ കാട് സൗഹൃദ സംഘമാണ് അങ്ങനെ ഒരു ആർച്ച് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഒരു ഏറുമാടമുണ്ട്, അതിൻ്റെ മുകളിലും പരിസരത്തും ഒക്കെ നിന്നിട്ടാണ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു സേവ് ദ ഡേറ്റിൻ്റെ എന്തോ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഓക്കെ, ചുറ്റും വയലാണ്. ഭയങ്കര രസമുള്ളൊരു സ്ഥലം. പാടശേഖര സമിതിയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പിരപ്പമൺ കാട്. ഈ സ്ഥലത്തിൻ്റെ പേര് എടയക്കോട്. ബ്യൂട്ടിഫിക്കേഷൻ നോക്കിയേ. സാധാരണ ഇത് സിറ്റി ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നത്, പക്ഷേ ഇത് തനി നാട്ടുമ്പുറമാണ്. എങ്കിലും ഇവിടെ വഴിവിളക്കുകളൊക്കെ നല്ല ഓർണമെൻ്റൽ ഇതുപോലത്തെ ലാമ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ പാലത്തിൻ്റെ 2 സൈഡിലും. പ്ലസ് ഇങ്ങനെ പിങ്ക് നിറത്തിലെ അരളിപ്പൂവൊക്കെ ആയിട്ട്. എന്നാൽ 2 സൈഡിലും നെൽപ്പാടങ്ങൾ. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി. രസമുണ്ടല്ലേ ഈ പൂക്കളെല്ലാം കാണാൻ. ഇതിങ്ങനെ മെയിൻ റോഡിൻ്റെ 2 സൈഡിലാണ്. ആലോചിച്ച് നോക്കും, ഈ ഒരു പാലവും. ഇതെന്താ പയറാണ് നട്ടിരിക്കുന്നു വയലിൽ. വേറെ എന്തോ കൃഷിയാണല്ലോ. വയലാണ് 2 സൈഡിൽ, ഈ റോഡിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ വയലാണ്. ആ പാലം ഇങ്ങനെ അവിടം വരെ ഉണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ആൽമരമുണ്ട്. നൈസ്, കൊള്ളാം, അടിപൊളി. ഇനി നമുക്ക് നടന്ന് അവിടേക്ക് പോകാം. വയലിൻ്റെ നടുക്ക് കൂടി നടന്ന് ഏറുമാട്. കുറച്ച് ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ സിമെൻറ്റ് ബെഞ്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. ഇത് മെറ്റൽ ബെഞ്ചാണ്. അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. സേവ് ദ ഡേറ്റ് അവിടെ നിന്ന് മാറി വരുന്നു, ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞു തോന്നുന്നു. പിരപ്പമൺ കാട് പാടശേഖരം, ഇടയക്കോട് സ്ഥലം. ഒരു സൈഡിൽ നല്ല പച്ചപ്പുണ്ട് പാടശേഖരത്തിൻ്റെ, ഈ സൈഡിൽ കൃഷിയെല്ലാം കഴിഞ്ഞതാണ്, കൊയ്ത്ത് കഴിഞ്ഞ പാടം. നടുക്കൊരു തോട് പോലെ ഉണ്ട്, ചെറിയൊരു. പക്ഷേ അതിൽ വെള്ളമില്ല. മഴക്കാലം സ്ട്രോങ് ആകുമ്പോൾ വെള്ളം വരും. അവിടെ ദ്രുതഗതിയിൽ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു ഡിസ്റ്റർബൻസ് ആവുമെന്നറിയില്ല. അതേ ഡ്രോൺ കിടന്ന് പറക്കുന്നു. പെണ്ണും ചെറുക്കനും കൈ ഓർത്ത് പിടിച്ച് വരും. നോക്കിയേ, അങ്ങനെ ഏറുമാടത്തിൻ്റെ അടുത്തെത്തി. കുറേ കാലമായി ഒരു ഏറുമാടത്തിൽ കയറിയിട്ട്. വാവ്, അടിപൊളി. ഇത് കൊള്ളാം. ഇവിടെ നിന്നാൽ ഈ ചുറ്റുമുള്ള പാടശേഖരം മുഴുവൻ കാണാം. ആ റോഡ് കാണാം, പാലം കാണാം, എല്ലാം കാണാം. ദിസ് ഇസ് ദ ടോട്ടൽ വ്യൂ ഫ്രം ദി ഏറുമാടം. നല്ല ഹൈറ്റിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ താമസിക്കുന്ന വീട്ടുകാർക്കെല്ലാം നല്ല വ്യൂ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ പാടശേഖരങ്ങൾ, വയലാണ്. ഇതെല്ലാം ഇപ്പോൾ ഈ വയലിലെല്ലാം പയർ നട്ടിരിക്കും കേട്ടോ. നമ്മുടെ നീളപ്പയർ, എനിക്ക് തോന്നുന്നു കുറ്റിപ്പയറാന്ന് തോന്നുന്നു. പയർ, ഫുൾ പയറാണ്. ഏറുമാടവും ഓല കൊണ്ട് ആണ് റൂഫൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മെറ്റൽ വെച്ചിട്ടുള്ള കഴുക്കോലൊക്കെ അതാണ്.
ബട്ട് ഓല കഴിഞ്ഞ്. പിന്നെ നോക്കിയാൽ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഇവിടെ വരുന്നവരെയൊക്കെ അവർക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ആരൊക്കെ വന്നു പോയി എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ കാറ് ആ റോഡിലിട്ടിട്ടാണ് ഈ വരമ്പത്തൂടെ നടന്നു വന്നത്. പക്ഷേ ഇത് മഴക്കാലം ശക്തമായി കഴിഞ്ഞാൽ ഈ തോട്ടിലൂടെ നിറയെ വെള്ളം ഉണ്ടാവും. ഏറുമാടത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങാം. ഓക്കെ, ഇതൊക്കെ സൂക്ഷിച്ച് കയറും ഇറങ്ങുകയൊക്കെ ചെയ്യണം. ഇനി ചെറിയ ഗ്യാപ്പേ ഉള്ളൂ, എങ്കിലും കെയർഫുൾ. ഞാനിങ്ങനെ കെയർഫുൾ എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ കാല് ശ്രദ്ധിക്കാണ്ട് കുഴിക്കകത്ത് കയറും. യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബ്യൂട്ടിഫുൾ ഏറുമാടം, ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. കാറ് അവിടെ വെയിറ്റിംഗ്. സോ വി ആർ ഗോയിങ് ബാക്ക്. ഓക്കെ, അങ്ങനെ ഈ വിശേഷങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് മനസ്സിലായല്ലോ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. സ്ഥലത്തിൻ്റെ പേര് ഇടയക്കോട്. നമ്മുടെ ആ തിരുവോണം ടീ സ്റ്റാളിൽ നിന്നും 2 കിലോമീറ്റേഴ്സ് മുന്നോട്ട് വന്നാൽ മതി. ഈ സ്ഥലം പിരപ്പമ്മൺകാട് പാടശേഖര സമിതിയുടെ കീഴിൽ. ഇതിവിടെ MLA ശ്രീ വി ശശിയുടെ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും നീറ്റാക്കി എടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇറ്റ്സ് എ ഫ്രഷ് ഡേ ഫോർ മീ. വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.